അധ്യായം 8. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ എങ്ങനെ ലഭിക്കും? പരാജയത്തിന്റെ പ്രധാന കാരണങ്ങൾ ഇവയാണ്: ആത്മവിശ്വാസക്കുറവും അധികമായ പരിശ്രമവും. പലരും അവരുടെ ഉപബോധ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നതിനാൽ അവരുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരങ്ങൾ തടയപ്പെടുന്നു. നിങ്ങളുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നറിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം ആർജിക്കാനാകും. എപ്പോഴെങ്കിലും നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരു ആശയം സ്വീകരിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ അത് നടപ്പിലാക്കാൻ ആരംഭിക്കുന്നു. അതിനായി അതിൻ്റെ ശക്തമായ സകല ഉപാധികളും ഉപയോഗിക്കുകയും നിങ്ങളുടെ ആഴത്തിലുള്ള മനസ്സിന്റെ എല്ലാ മാനസികവും ആത്മീയവുമായ നിയമങ്ങൾ സമാഹരിക്കുകയും ചെയ്യുന്നു. നല്ലതോ ചീത്തയോ ആയ ആശയങ്ങൾക്ക് രണ്ടിനും ഈ നിയമം ഒരുപോലെ ബാധകമാണ്. തൽഫലമായി നിങ്ങൾ അത് പ്രതികൂലമായി ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, പരാജയം, ആശയക്കുഴപ്പം എന്നിവ കൊണ്ടുവരുന്നു. നിങ്ങൾ അത് ക്രിയാത്മകമായി ഉപയോഗിക്കുമ്പോൾ അത് മാർഗനിർദ്ദേശവും സ്വാതന്ത്ര്യവും മനസമാധാനവും നൽകുന്നു. നിങ്ങളുടെ ചിന്തകൾ സത്യസന്ധമായതും സൃഷ്ടിപരമായതും സ്നേഹമുള്ളതുമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയായ ഉത്തരം ലഭിക്കുമെന്ന് തീർച്ചയാണ്. പരാജയത്തെ മറികടക്കാൻ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നിങ്ങളുടെ ആശയം അല്ലെങ്കിൽ അഭ്യർത്ഥന അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി നിങ്ങളുടെ ഉപബോധ മനസ്സിനെ കൊണ്ട് സ്വീകരിപ്പിക്കുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ബാക്കിയുള്ളത് നിങ്ങളുടെ മനസ്സിന്റെ നിയമം ചെയ്തുകൊള്ളും. വിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും നിങ്ങളുടെ അഭ്യർത്ഥന നടത്തുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് ഏറ്റെടുക്കുകയും നിങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യും. മാനസികമായ നിർബന്ധം ഉപയോഗിക്കാൻ ശ്രമിച്ച് ഫലം നേടുന്നതിൽ നിങ്ങൾ എല്ലായ്പ്പോഴും പരാജയപ്പെടും. നിങ്ങളുടെ ഉപബോധ മനസ്സ് നിർബന്ധത്തോട് പ്രതികരിക്കുന്നില്ല. അത് നിങ്ങളുടെ വിശ്വാസത്തോട് അല്ലെങ്കിൽ ബോധ മനസ്സിന്റെ സ്വീകാര്യതയോട് മാത്രം പ്രതികരിക്കുന്നു. നിങ്ങളുടെ പരാജയം ഇനി പറയുന്ന പ്രസ്താവനകളുടെ ഫലമായും ഉണ്ടായേക്കാം. കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു, എനിക്കൊരിക്കലും ഉത്തരം ലഭിക്കില്ല, എനിക്ക് ഒരു വഴിയും കാണുന്നില്ല, ഇത് നിരാശാജനകമാണ്, എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല, എനിക്കൊന്നിലും വ്യക്തതയില്ല. നിങ്ങൾ അത്തരം പ്രസ്താവനകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് പ്രതികരണമോ സഹകരണമോ ലഭിക്കുന്നില്ല. അവസരം നോക്കിയിരിക്കുന്ന ഒരു പട്ടാളക്കാരനെ പോലെ നിങ്ങൾ മുന്നോട്ട് പോവുകയോ പിന്നോട്ട് പോവുകയോ ചെയ്യുന്നില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ എവിടെയും എത്തില്ല. ഒരു ടാക്സിയിൽ കയറി 5 മിനിറ്റിനുള്ളിൽ 1/2 ഡസനിലധികം ദിശാസൂചനകൾ ഡ്രൈവർക്ക് കൊടുത്താൽ അദ്ദേഹം നിസ്സഹായനായി ആശയക്കുഴപ്പത്തിലാവുകയും നിങ്ങൾ എവിടേക്കും കൊണ്ടുപോകാൻ വിസമ്മതിക്കുകയും ചെയ്തേക്കാം, അല്ലേ? നിങ്ങളുടെ ഉപബോധ മനസ്സുമായി പ്രവർത്തിക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ്. നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായ ഒരു ആശയം ഉണ്ടായിരിക്കണം. രോഗത്തിലെ വിഷമിപ്പിക്കുന്ന പ്രശ്നത്തിന് പരിഹാരമുണ്ടെന്ന, അതിനൊരു പോംവഴിയുണ്ടെന്ന കൃത്യമായ തീരുമാനത്തിൽ നിങ്ങൾ എത്തിച്ചേരണം. നിങ്ങളുടെ ഉപബോധ മനസ്സിനുള്ളിലെ അനന്തമായ ജ്ഞാനത്തിന് മാത്രമേ ഉത്തരം അറിയുകയുള്ളൂ. നിങ്ങളുടെ ബോധ മനസ്സിലെ വ്യക്തമായ നിഗമനത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് അപ്പോൾ തീരുമാനിക്കുകയും നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അത് നിങ്ങൾക്കായി ചെയ്യപ്പെടുകയും ചെയ്യുന്നു. മാനസികമായ നിർബന്ധം അല്ലെങ്കിൽ അമിതമായ പരിശ്രമം നിങ്ങളുടെ ഉത്തരത്തെ തടയുന്ന ഉത്കണ്ഠയും ഭയവും കാണിക്കുന്നു. എളുപ്പം ചെയ്യുന്നതാണ് ഫലം നൽകുന്നത്. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുകയും നിങ്ങൾ ഒരു ആശയം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ആ ആശയം നടപ്പിലാക്കാൻ ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നു. പരമ്പരാഗത രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്യുക. ഓരോ പ്രശ്നത്തിനും എല്ലായ്പ്പോഴും ഒരു ഉത്തരവും പരിഹാരവും ഉണ്ടെന്ന് അറിയുക. നിങ്ങളുടെ ഹൃദയമിടിപ്പ്, ശ്വാസകോശത്തിന്റെ ശ്വസനം അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരഘടനയുടെ ഏതെങ്കിലും ഭാഗത്തിന്റെ പ്രവർത്തനം എന്നിവയെക്കുറിച്ച് അമിതമായി ആശങ്കപ്പെടരുത്. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ മേൽ ശക്തമായി ആശ്രയിച്ച് ദൈവിക അവകാശപ്രകാരമുള്ള പ്രവർത്തനം നടക്കുന്നുവെന്ന് ഇടയ്ക്കിടെ പ്രഖ്യാപിക്കുക. ആരോഗ്യം എന്ന തോന്നൽ ആരോഗ്യം ഉണ്ടാക്കുന്നു. സമ്പത്ത് എന്ന തോന്നൽ സമ്പത്ത് ഉണ്ടാക്കുന്നു. നിങ്ങളുടെ തോന്നൽ എന്താണ്? നിങ്ങളുടെ ഏറ്റവും ശക്തമായ ശേഷിയാണ് ഭാവന. മനോഹരവും പ്രശസ്തിയും ഉള്ളതിനെക്കുറിച്ച് സങ്കല്പിക്കുക. നിങ്ങളെപ്പറ്റി നിങ്ങൾ സങ്കല്പിക്കുന്നതെന്തോ അതുതന്നെയാണ് നിങ്ങൾ. നിദ്രാവസ്ഥയിൽ നിങ്ങളുടെ ബോധ മനസ്സും ഉപബോധ മനസ്സും തമ്മിലുള്ള സംഘർഷം നിങ്ങൾ ഒഴിവാക്കുന്നു. ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം വീണ്ടും വീണ്ടും സങ്കല്പിക്കുക. സമാധാനത്തിൽ ഉറങ്ങി സന്തോഷത്തിൽ ഉണരുക.